സിനിമയില് അവസരം കിട്ടുന്നത് കിടന്നു കൊടുത്തിട്ടാണോ? എനിക്ക് കിടന്നു കൊടുക്കേണ്ട അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല. ഹനയോട് ചോദിക്കാം. ഞാൻ ചോദിക്കുന്നത് ഹനയോടാണ്, അഷ്കറിനോടല്ല. ഇയാള് വലിയ പൊട്ടനല്ല, ഒരു ചെറിയ ഒരു മിനിമം പൊട്ടനാണ്. എന്തുവേടെ ഈ പറഞ്ഞ ഉടനെ എന്നോട് എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ആണുങ്ങളെ എവിടെയാണോ ഈ മറ്റേ സാധാരണയായിട്ട് വിളിക്കുന്നത് കിടന്നു കൊടുക്കാൻ? സാധാരണ പെണ്ണുങ്ങളെയല്ലേ ആ പരിപാടിക്ക് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളുള്ളത് സാധാരണ പെണ്ണുങ്ങൾക്കാണ്. അതിപ്പോൾ ലോകം മൊത്തം അറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ ഇയാൾ എന്താ ഈ പറയുന്നത്? പെട്ടെന്ന് എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇയാളായിരുന്നു മറ്റേ കാമദേവനോ എന്ന് പോടേ. ഇത് കാണുമ്പോൾ അറിയാം സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റഡ് പരിപാടിയാണ്. സിനിമ അത്യാവശ്യം നല്ല സിനിമയാണ്, ഞാൻ കണ്ടു DNA. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ മറ്റേ സ്ക്രിപ്റ്റഡ് പരിപാടി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മറ്റേ ഹനയുടെ മുഖത്തുനിന്ന് ശരിക്കും വ്യക്തമാണ്, ഭയങ്കര ചിരിയാണ് ആദ്യമൊക്കെ. പിന്നെ അവസാനം പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന്. പുള്ളിക്കാരി അവസാനം കുറേയൊക്കെ നന്നായിട്ട് അഭിനയിച്ചു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തെറി വിളിക്കാനേ. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് അങ്ങനെ ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത്. ഇത് മറ്റേ ശരിക്കും സംഭവിച്ച ഒന്നല്ല, ഇതൊരു TV ഷോ അല്ലേ, അല്ലാതെ മറ്റേ ലൈവ് ഒന്നല്ലല്ലോ. ലൈവിൽ സംഭവിച്ചാൽ പിന്നെ നമുക്ക് പറയാം, ഓക്കെ. ഇതിപ്പോൾ എഡിറ്റഡ് പരിപാടിയല്ലേ, ഇതിപ്പോൾ കട്ട് ചെയ്ത് കളയാൻ എത്ര സമയം വേണം? ആ ക്യാമറ മൊത്തം പിടിച്ചു മേടിക്കാൻ എത്ര സമയം വേണം? അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ച് പോലീസിനെ വിളിക്കാൻ എത്ര സമയം വേണം? അതൊന്നും വലിയ കാര്യം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കൺട്രോൾ ചെയ്ത് അവസാനം മറ്റേ അഷ്കറും മറ്റേ ഹന ഇറങ്ങി വരുന്നതിന് മുമ്പ് സോറിയൊക്കെ പറയുന്നുണ്ട്, മൈക്ക് എടുത്തെറിയുമ്പോൾ ഇങ്ങനെ സോറി പറഞ്ഞിട്ട്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു വിവാദമായിട്ടിരിക്കുകയാണല്ലോ നമ്മുടെ ബിഗ് ബോസിൻ്റെ മറ്റേ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ കാര്യം. ഇയാൾ അഖിൽ മാരാർ പറഞ്ഞ് ആകെ ലോകം മൊത്തം റിയാക്ട് ആക്കി, ആൾക്കാരെല്ലാം റിയാക്ട് ചെയ്തു. മറ്റേ ദിയാസനയും ഇവളും മറ്റേ അപ്സരയും എല്ലാവരും വന്ന് റിയാക്ട് ചെയ്തു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന പേരുകളാണ്. ശരണ്യ ഒക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർ ഒരു ഐഡിയ ഇറക്കിയതാണെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാം. ആ പെണ്ണ് പാവം, അവൾ മറ്റേ സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്, മറ്റേ ബലിയാട് ഈ ആങ്കർ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അവളെന്താ പൊട്ടി? അവൾക്ക് അത്രയും പോലും ബോധമില്ല. അവളുടെ ജോലി പോകും, അവൾ പോലീസ് കേസ് ഉണ്ടാകുന്ന അത്രയും പോലും ബോധമില്ലാത്ത ഒരാളാണോ? അവൾ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, കാരണം ഇവർ കേസൊന്നും ആക്കില്ലെന്ന് അവർക്കറിയാം. എടുത്തെടുത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഞാൻ അനയോടാണ് ചോദിക്കുന്നത്, അന ഒന്നും പറയുന്നില്ല. ഇടയ്ക്ക് ഓപ്പണായിട്ട് ചോദിച്ചു, ഹന അങ്ങനെയാണോ വന്നത് എന്ന് വരെ ചോദിച്ചു. അപ്പോഴാണ് ഹന റിയാക്ട് ചെയ്തത്. എന്താ ചോദിച്ചാൽ ഇപ്പോൾ അവസാനം എന്താ ചോദിച്ചാൽ എന്നും പറഞ്ഞുകൊണ്ട് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അതായത് എന്നൊക്കെ പറഞ്ഞ് അവിടെ എണീറ്റ് പോയി. ഇത് കാണുമ്പോൾ ക്രിഞ്ച് പരിപാടിയാണ്. ഇത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെയൊക്കെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട് ആൾക്കാർ. നമ്മുടെ ഭീമൻ രഘു ആയാലും മറ്റേ കുറേ ആൾക്കാർ ഇങ്ങനെ എണീറ്റ് പോകുന്ന സംഭവം ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. അത് ഈ കുറച്ച് ഒരു 4-5 ക്യാമറ വെച്ചെടുക്കുന്ന ഈ യൂട്യൂബ് ചാനൽസ് ഉണ്ടല്ലോ, അവരിതിനെ ഒരു മൂവി പോലെ ഒരു ഡ്രാമ ഒരു പരിപാടി അവിടെ ചെയ്ത് അങ്ങനെ ഒരു റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിങ്ങനെ തംബ്നെയിലായിട്ട് കൊടുക്കും. ഇതിപ്പോൾ സംസാര വിഷയമായി. പടം അത്യാവശ്യം നല്ലതാണ്. പടത്തിനെക്കുറിച്ച് ഞാൻ പറയാം. പടം ഞാൻ കണ്ടു, പടം നല്ല രസമുണ്ട്. ഇവരുടെ ഡയലോഗ് ഞാൻ കുറച്ചുകൂടെ കേൾപ്പിക്കാം. അങ്ങനെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാന്നാണ് ചോദിച്ചത്. ബിക്കോസ് വി ആർ ഇൻഡിപെൻഡന്റ്. പക്ഷെ എന്നോട് തന്നെ അങ്ങനെ ചോദിച്ചേ അല്ല, ഹന അങ്ങനെയാണോ സിനിമയിൽ കയറിയത്? എന്ത് പറ്റി അങ്ങനെ ചോദിക്കാൻ? അല്ല, ഒരുപാട് പ്രേക്ഷകരുടെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. Okay, I know. What about you? ഷാലു അങ്ങനെയാണോ? ഞാനിതൊരു മൂവിയും ചെയ്തിട്ടില്ലല്ലോ. മൂവി മാത്രമാണോ? ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും മൂവി എല്ലാ മേഖലകളിലും പല ആൾക്കാരും ആണെന്നും പെടുന്നില്ല, എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഇതുപോലെ പല അപ്രോച്ചസും ഉണ്ടാവാറുണ്ട്. ആണുങ്ങളെയും ചൂഷണം ചെയ്യാറുണ്ട്, പെണ്ണുങ്ങളെയും ഉണ്ട്. ബട്ട് ഐ തിങ്ക് ചൂഷണം കാര്യമുണ്ട്. ഞാൻ ആങ്കറാണ്. നിങ്ങൾ ആങ്കറാണല്ലോ, അങ്ങനെ കിടന്നു കൊടുത്തെന്ന് പറയാം. എന്ത് വാക്കാണ് പറയുന്നത്? എന്ത് വാക്കാണ് നിങ്ങൾ? I mean, it's a public channel and you asking me like that. I mean, കിടന്നു കൊടുത്തിട്ടാണ് ചാൻസ്? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കടന്നു കൊടുത്തിട്ട് ചാൻസ് കിട്ടി. ലോകത്ത് പെൺകുട്ടികൾക്ക് എന്തോരം പെൺകുട്ടികളുണ്ട്, എല്ലാവർക്കും പോയി കടന്നു കൊടുത്ത് സിനിമയിൽ ചാൻസ് കിട്ടണം. അങ്ങനെ പലരും ടെസ്റ്റിമോണീസ് പറഞ്ഞിട്ടുണ്ട്. എന്നോടാരും അങ്ങനെ ചോദിച്ചിട്ട്? നിന്നോട് ചോദിച്ചില്ല, എന്നോട് തന്നെ എന്നോട് ചോദിക്കുമ്പോൾ ഈ കാണുന്ന ഓഡിയൻസ് എന്ത് വിചാരിക്കും എന്നെ പറ്റി? ബിക്കോസ് എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ബിക്കോസ് എനിക്ക് ബൈ ഗോഡ്സ് ഗ്രേസ് ഐ ഹാവ് മൈ ഫാമിലി ടു സപ്പോർട്ട്. അപ്പൊ എനിക്ക് സിനിമ ഇല്ലെങ്കിൽ വേറെ വഴിയുണ്ട്. സിനിമ എന്റെ പാഷൻ കൊണ്ട് ചെയ്യുന്നതാണ്. എനിക്ക് സിനിമ എന്റെ പാഷൻ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് ഇഷ്ടമുള്ള അവസരങ്ങൾ വരുമ്പോൾ ഞാൻ നല്ല സിനിമകളാണെങ്കിൽ ചെയ്യും, നല്ല ക്രൂ ആണെങ്കിൽ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ബട്ട് ഇറ്റ് ഇസ് I would say it is not appropriate for you to ask me such a question. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് നോ പറയാൻ എസ് പറയാൻ എല്ലാവർക്കും ഒരു ചോയ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഹന അങ്ങനെയാണോ എന്നല്ല ചോദിച്ചത്, ഞാൻ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നത്. അപ്പം അഷ്കറിനോട് ചോദിക്കണം, അഷ്കർ അങ്ങനെയാണോ ചോദിക്കുമ്പോൾ ഹൗ വിൽ യു ഫീൽ? ഷാലു അങ്ങനെയാണോ ചോദിക്കുമ്പോൾ ഷാലുവിന് അങ്ങനെ ഞാൻ ചോദിക്കുക, ഷാലു അങ്ങനെയാണോ, ഹൗ വിൽ യു ഫീൽ?
അങ്ങനത്തെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നത് മാന്യത. ചാൻസ് കിട്ടിയത് ഒരു മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ ഞാൻ നല്ല സ്റ്റാർ ആയേനെ. അങ്ങനെ സ്റ്റാർ കിടന്നു കൊടുത്ത സ്റ്റാർ ആവോ എനിക്ക് മനസ്സിലായില്ല. മലയാള സിനിമയിൽ നിന്നല്ല, ഈ ഇന്ത്യൻ സിനിമയിൽ ലോകത്ത് കിടന്നു കൊടുത്ത സ്റ്റാറായി അല്ലെ പെൺകുട്ടി കിടന്നു കൊടുത്തു അങ്ങനെ സ്റ്റാർ ആയവരാരുണ്ട്? അങ്ങനെ അതൊന്നും സിനിമയിൽ മാത്രമല്ല, അങ്ങനെ ചൂഷണം ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. എന്തിനാ ചൂഷണം ചെയ്ത് നിന്നു കൊടുക്കുന്ന എന്തിനാണ്? അങ്ങനെ അവസരം കിട്ടിയിട്ട് ജീവിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിൽ എത്രയോ ലേഡി ഡയറക്ടേഴ്സ് ഉണ്ട്. അതാണ് ഇപ്പൊ പ്രസക്തി. അത് എന്നെ ചോദ്യം ചോദിച്ചാണ് അല്ല, ഞാൻ പറയണ്ടേ നമ്മൾ എന്നോട് ചോദിച്ചതാണ് പ്രസക്തി ഇവിടെ. താങ്കളോട് അല്ല, ഞാനിത് ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല. ഞാൻ ഇത്രയും നേരം ഹനയോട് ചോദിക്കുമ്പോ അഷ്കറാണ് ഫീലോട് പറയുന്നത്. ഹനയ്ക്ക് അത്ര ഫീൽ ഒന്നുമില്ല. അപ്പം ഒബ്വിയസ്ലി കിടന്നു കൊടുത്തിട്ടായിരിക്കുമല്ലോ. മര്യാദ കൊണ്ട്, അതെന്റെ മര്യാദ കൊണ്ട് സംസാരിക്കുന്ന. അങ്ങനെ അല്ല, ഇത്രയും നേരം ഇത് പറയുമ്പോ അഷ്കറാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞേ. ഹന അങ്ങനെ ചെയ്തിട്ടായിരിക്കും ഹനക്ക് ഫീലിങ്സ് ഇല്ലാത്തതെന്ന്. അഷ്കറിന് ഫീലിങ്സ് ഉള്ളത് അഷ്കർ ഭയങ്കര ഹന കിടന്നു കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലാവുന്ന അങ്ങനെയാണ്. ഞാൻ പറയാം, ഇച്ചിരി മര്യാദ വേണം. ഇച്ചിരിയെങ്കിലും ഇൻഡിപെൻഡന്റ് വുമൺ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബോൾഡ് വുമൺ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിക്കാത്തോട് ചോദിച്ചത് ഇങ്ങനെയാണ്. മര്യാദ കൊണ്ട് പ്രതികരിക്കാൻ ഇത്രയും ക്യാമറ മുന്നേ ഇരിക്കുന്ന ആൾക്കാർ നോക്കി നിങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ റിയാക്ട് ചെയ്യണം. നിങ്ങൾ തന്നെ പറ. നിങ്ങൾ തന്നെ പറ. അല്ലെ, ഇത്രയും നേരം മിണ്ടാതെ ഇങ്ങനെ ഒരു മിനിറ്റ് നിങ്ങൾ നോക്കിയിരിക്കുന്നില്ല, ഞാൻ റിയാക്ട് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഇത് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പ്രോഗ്രാം എടുക്കുന്നു. നിങ്ങൾ എഡിറ്റ്, നിങ്ങൾ ഇതായിരിക്കുമല്ലോ മറ്റേ തമിഴ്നാട് ഇടാൻ പോകുന്നത്. മിണ്ടായിരിക്കുന്നു അങ്ങനെ ഞാൻ അന്നനെ മാത്രം സപ്പോർട്ട് ചെയ്തതല്ല. ഈ മലയാള സിനിമയിലോ അല്ലെ നമ്മുടെ ഈ കേരളത്തിലോ എല്ലാ സ്ത്രീകളും കിടന്നു കൊടുത്തിട്ടാണ് അല്ലെ എല്ലാ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ മോശമായിട്ട് സിനിമയിൽ ചോദിച്ചു. അങ്ങനെ കിടന്നു കൊടുക്കാനാണ് നല്ലൊരു ഇന്റർവ്യൂ ആണ്. ഒരിക്കലും ഞാനൊരു ഇൻഡിപെൻഡന്റ് വുമൺ ആണ്. ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്റെ സാഹചര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് വന്നതാണെന്ന് എനിക്കറിയാം. ചോദിച്ചോ തിരിച്ച്? ഷാലു ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെ ഞാൻ ചോദിച്ചോ? അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാനാണ് ആങ്കർ, ഞാനാണ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഷാലു എങ്ങനെ ഇവിടെ വരെ വന്നേ? നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളും സെയിം ലെവലാകുമല്ലേ? നമ്മളെ ചോദിക്കുമ്പോൾ വന്നത് ഞാൻ ഒരിക്കലും ആരും മുന്നിൽ കിടന്നു കൊടുത്തിട്ടല്ല വന്നത്. അതിവിടെ ഉറപ്പായിട്ട് പറയാൻ എനിക്ക് ഒരു യാതൊരു കുഴപ്പമില്ല. ഇത്രയും പറഞ്ഞാൽ മതി. അതിന് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കാൻ എന്തിനാണ് ഹന? ഞാൻ ചോദിക്കട്ടെ, ഹന മെയിൽ ഡോമിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? Because he's answering. No, wait, he's answering. Wait. ഷാലു ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെത്താനൊന്ന് ഓർത്ത് നോക്കാം. മെയിൽ ഡോമിനൻസ് കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ആവറെന്ന് പറയാൻ പാടില്ലേ? ഞാൻ കിടന്നു കൊടുത്തിട്ടല്ലേ ഞാൻ. സോറി. This is utter nonsense. ഒരാളെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചു വരുത്തി, ഞങ്ങൾ പ്രോഗ്രാമിന് വേണ്ടി വന്നിരിക്കുന്നു, ഒരു സിനിമയുടെ പ്രൊമോഷന് വന്നിരിക്കുന്നു. ചീപ്പ് ചോദ്യങ്ങൾ, ഇങ്ങനെ തറ ചോദ്യങ്ങൾ ചോദിക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ നല്ല ചോദ്യങ്ങൾ ചോദിക്കാം ഇന്റർവ്യൂവിന്? സ്വയം ഒന്ന് ചോദിച്ചു. റീച്ച് കിട്ടാൻ വേണ്ടി ഇത്ര ചീപ്പ് ചോദ്യങ്ങൾ സോറി. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇന്റർവ്യൂ. സോറി ബ്രദർ. അതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ വെക്കാത്തതെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് അടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളൊക്കെ ഇത് കേട്ടല്ലോ, കണ്ടല്ലോ എന്ന് ഞാൻ പറയുന്നില്ല, ഇത് കേട്ടല്ലോ. ഇത് യൂട്യൂബിലുണ്ട്, ഫുൾ വീഡിയോ കാണണമെന്ന് താല്പര്യമുള്ളവർ പോയി കാണാം. സെല്ലുലോയിഡ് പിന്നെ കുറേ ചാനൽസിലുണ്ട്. കുറേ ചാനൽസിൽ ഇതിൻ്റെ ഇങ്ങനെ വേറെ സൈഡിലിരിക്കുന്നതായിട്ടും ഇതേ പെണ്ണുകളിരുന്ന് ഇങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ ചോദിച്ചു, ഇത് പ്രശ്നമായി, അതായത് ഇതിനെക്കുറിച്ചുള്ള വിവാദം, അത് കുറേ ചാനലിൽ. അപ്പോൾ അതായിരുന്നു ഇവർക്ക് വേണ്ടിയിരുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എല്ലാവരും നിങ്ങൾ കൊടുക്കുന്ന മരുന്ന് തൊണ്ട തൊടാതെ വിഴുങ്ങും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്.
അതാണ് എനിക്ക് പറയാനുള്ളത്. ഹനയ്ക്ക് ചിലപ്പം ഇതിൽ യോജിപ്പുണ്ടായിരുന്നു കാണത്തില്ല, ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കാമെന്നുള്ളതിൽ. പക്ഷേ എന്നാലും സിനിമയുടെ പ്രൊഡ്യൂസേഴ്സോ ഡയറക്ടേഴ്സൊക്കെ പറയുമ്പോൾ കേട്ടല്ലേ പറ്റുള്ളൂ. ഇത് നോക്കുമ്പോൾ ആർക്കും നഷ്ടമില്ലാത്തൊരു കാര്യമാണല്ലോ. ഇപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു റിയാലിറ്റി ഷോ ആണ്. ശരിക്കും ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാണാനാണ് ആൾക്കാർക്ക് താല്പര്യം. ഈ പ്രാങ്ക് ഷോ ഒക്കെ കാണുന്നത് അതുകൊണ്ടാണല്ലോ. അതായത് നമുക്ക് ആരാന്ന് അറിയത്തില്ലെങ്കിലും രണ്ടുപേർ തമ്മിൽ അടിയാവുന്നു, രണ്ടുപേർ തമ്മിൽ ഉടക്കാവുന്നു എന്ന് പറയുമ്പോൾ അത് കാണാനൊരു ആകാംക്ഷയുള്ളതാണ്. മനുഷ്യൻ്റെ ഒരു സാധാരണ ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിരിക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇതിപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ സാധാരണയായിട്ട് ഇങ്ങനെ ക്യാമറയുടെ മുന്നേ ചോദിച്ചാൽ ഹനയ്ക്ക് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. ആ വീഡിയോ അവിടെ തന്നെ വെച്ചിട്ട് രഹസ്യമായിട്ട് പോലീസിനെ വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ, ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കേസ് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കാം, ഇപ്പോൾ കേസ് കൊടുക്കാം. ഇപ്പോൾ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് ഇതൊരു പ്രശ്നമാക്കുന്നില്ല? കാരണം ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതൊരു മേ തെരി പൂജ തൂ മേരി പൂജ എന്ന് പറയുന്ന പോലെ, ഞാൻ നിനക്ക് പൂജ ചെയ്യാം, നീ എനിക്ക് പൂജ ചെയ്യേ എന്ന് പറയുന്ന ഒരു സംഭവമാണിത്. എന്താണെങ്കിലും പോട്ടെ, അത് കുറേ റീച്ച് ഉണ്ടാക്കി. പക്ഷേ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ സിനിമ ഇങ്ങനെയൊന്നല്ല കേട്ടോ. സിനിമ നല്ല രസമുണ്ട്. സിനിമ നല്ല ഒരു ക്ലാസിക് പരിപാടിയായിട്ടുണ്ട്. കുറേ ആവുന്നുണ്ട്. ഇപ്പോൾ ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും കോളം എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകൾ ഇൻവെസ്റ്റിഗേറ്റീവ് സംഭവം വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ കേരളത്തിലെ ജനതയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ലവ് ടോപ്പിക്കും അത് ഇതൊക്കെ കണ്ട് മടുത്തതല്ലേ. ഇൻവെസ്റ്റിഗേറ്റീവ് ആകുമ്പോൾ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല റീച്ച് ഉണ്ടാക്കും, നല്ലപോലെ ആൾക്കാർ അതിനെ സ്വീകരിക്കും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് അവർ ചെയ്യുന്നത്. ഈ പടം നല്ല രസമുണ്ട്. നമ്മുടെ അഷ്കറിന് നല്ലൊരു ബ്രേക്കാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറേ ആൾക്കാരുണ്ട് സിനിമയിൽ. കുറേ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അജു വർഗീസ് ഉണ്ട്, നമ്മളെ റോയ് ലക്ഷ്മി, അതെന്തോ റായ് ലക്ഷ്മി എന്നായിപ്പോയെന്നറിയില്ല, ലക്ഷ്മി റായ് എന്നായിരുന്നു നമ്മളൊക്കെ നേരത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ട് വിളിച്ചാൽ കേട്ടോ, നമ്മൾ സാധാരണ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. പിന്നെ അഷ്കറുണ്ട്, അഷ്കറാണ് ഇതിനകത്ത് തകർത്തിരിക്കുന്നത്. പിന്നെ റിയാസ് ഖോൻ ദാ വന്നു, അതേ പോയി അടിച്ചു കയറി വാ എന്ന് പറഞ്ഞ സംഭവം. ഇതിൽ പുള്ളിക്ക് അടിച്ചു കയറി വരാനൊന്നും പറ്റിയില്ല, ജസ്റ്റ് വരുന്നു. പീറ്റർ ജോൺ, അതാണ് പുള്ളിയുടെ ക്യാരക്ടർ. കഥല്ലേ, ക്യാരക്ടർ ഓർക്കുന്നില്ല, അത് തന്നെ. പിന്നെ അജു വർഗീസ് ഉണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഹനയുണ്ട്, പിന്നെ കുറേ ആൾക്കാരുണ്ട്. ബാബു ആൻ്റണി ഉണ്ട്. ബാബു ആൻ്റണി നല്ല രസമുണ്ടായിരുന്നു, നല്ല DCP. ചെറിയ റോളേ ഉള്ളൂ, പക്ഷേ എന്നാലും പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുമ്പോൾ അതൊരു രസമാണ് പുള്ളി. പിന്നെ ജോണി ആൻ്റണി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ കുറേ ആൾക്കാരുടെ പേരൊക്കെ വിട്ടുപോയിട്ട് കാണും. നമ്മൾ ജസ്റ്റ് ഓർത്ത് പറയുന്നതല്ലേ. എന്താണേലും പടം നല്ല രസമുണ്ട്. നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. സംഭവം ക്ലീശയാണ്. സംഭവം സാധാരണ നമ്മൾ കണ്ട് മറന്നതൊക്കെയാണ്. എന്നാലും അവതരിപ്പിച്ച രീതി, പ്രസൻറ്റ് ചെയ്ത രീതി നല്ല രസമുണ്ട്. നല്ലപോലെ പിടിച്ചിരുത്താൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ബാബു സാറിന്. പുള്ളി കുറേ കാലമായിട്ടുള്ളതാണ്. പിന്നെ റോള് കൊടുത്തവരെല്ലാം ആ റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും അത് കാണാൻ നല്ല രസമുണ്ട്. നല്ലപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഡയറക്ടറിൻ്റെ ഒരു കഴിവാണെന്നേ ഞാൻ പറയുള്ളൂ. സ്ക്രിപ്റ്റിൻ്റെ ഒരു പവറും ഡയറക്ടറിൻ്റെ ഒരു കഴിവും. പിന്നെ ഭയങ്കര സ്റ്റണ്ടൊക്കെയാണ് നമ്മുടെ അഷ്കർ, ഭയങ്കര സംഭവമായിട്ടുണ്ട്. പിന്നെ കോട്ടയം നസീറുണ്ട്, ഇടവേള ബാബുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ വെച്ച് തകർത്ത് ഇരിക്കുകയാണ്. നല്ല രസമുള്ള പടമാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. നമുക്കത് കഥ മനസ്സിലാവുമെങ്കിലും നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒരു സംഭവമുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതാണ്. നല്ല ഒരു സംഭവമായിട്ടുണ്ട്. നല്ല രീതിയിലാണ് പുള്ളി അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ TS സുരേഷ് ബാബു, പുള്ളി ഭയങ്കര ഒരു സംഭവമാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. പുള്ളി ശരിക്കും 80 മുതൽ സിനിമയിലുള്ളതാണ് എന്നാണ് ഞാൻ പിന്നെ വിക്കിപീഡിയ എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത്. പുള്ളി ഇയാളാണോ കോട്ടയം കുഞ്ഞച്ചൻ? ഇത് ഭയങ്കര ഇതെന്തുവാടെ ഇത്. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതോ ഒരു നല്ലൊരു അസിസ്റ്റൻ്റാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ട്രെൻഡ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുള്ള നമ്മുടെ അഞ്ചാം പാതിര പോലത്തെ ഒരു സെറ്റപ്പിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറയുമ്പോൾ അത് ഈ പടം നല്ല രസമുണ്ട് എന്നേ പറയാനുള്ളൂ. പടം എന്താണേലും ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാവും പടം. കാരണം ആൾക്കാരെ പിടിച്ചിരുത്താൻ ഭയങ്കര ഒരു സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ ഇരുന്ന് പോവും. അതാണ് ഈ പടത്തിൻ്റെ ഒരു വിജയം. എന്താണേലും ഓൾ ദ ബെസ്റ്റ് പടത്തിന്. അഷ്കർ എന്ന് ആദ്യം കേട്ടപ്പോൾ നമുക്കൊരു നെപ്പോട്ടിസം മണം വന്നാലും ഇതിൽ പുള്ളി DNA തെളിയിച്ചു എന്ന് വേണേൽ പറയാം. നല്ലൊരു ടൈറ്റിലാണ് പുള്ളിക്ക് ഈ പടത്തിൽ കിട്ടിയത്. അതെന്താണേലും നല്ല രസമായിട്ടുണ്ട്.